നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജൈവ വൈവിധ്യം എന്ന മേഖലയാണ്. ഏകകോശ ജീവികൾ, സസ്യങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങി ജീവനുള്ള സകലതും ഉൾപ്പെടുന്നതാണ് ജീവജാലങ്ങൾ. നിലം പറ്റി വളരുന്ന കുഞ്ഞു ചെടികൾ മുതൽ മാനം മുട്ടെ വളരുന്ന വൻമരങ്ങൾ വരെയും, വെറും കണ്ണുകൊണ്ട് കാണാനാവാത്ത സൂക്ഷ്മജീവികൾ തൊട്ട് കണ്ണു നിറയെ കാണാവുന്ന വമ്പൻ ജന്തുക്കൾ വരെയും നിറഞ്ഞ മഹാത്ഭുതമാണ് നമ്മുടെ പ്രപഞ്ചം. ഈ ജീവജാലങ്ങളുടെ എല്ലാം ആകത്തുകയാണ് ലോകത്തിൻ്റെ ജൈവ വൈവിധ്യം. കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ ജീവജാതികളും ഓർഗാനിസം, അവ ഉൾക്കൊള്ളുന്ന ജനിതക ഘടകങ്ങളും ജനസ്, അവ വസിക്കുന്ന ആവാസ വ്യവസ്ഥയും എക്കോസിസ്റ്റം ചേരുന്നതിനെയാണ് ജൈവ വൈവിധ്യമെന്ന് പറയുന്നത്. കോടാനുകോടി വർഷത്തെ പരിണാമ പ്രക്രിയയുടെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ജൈവ വൈവിധ്യം ആയി രൂപപ്പെട്ടത്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന വാക്ക് ലോപിച്ചാണ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായത്. അതിൽ ബയോ എന്നാൽ ജീവനെന്നും ഡൈവേഴ്സിറ്റി എന്നാൽ വൈവിധ്യമെന്നുമാണ് അർത്ഥം. ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇഒ വിൽസൺ എന്ന ശാസ്ത്രജ്ഞനാണ്. 1988 ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. നിരവധി കണ്ണികൾ ചേർന്ന് വലിയൊരു വലയിലാണ് നമ്മുടെയൊക്കെ ജീവിതം. ചെടികൾ, മനുഷ്യനടക്കമുള്ള ജന്തുക്കൾ, പക്ഷികൾ തുടങ്ങി വ്യത്യസ്ത ജീവജാലങ്ങൾ ഈ വലയ്ക്കുള്ളിൽ പരസ്പരം സഹകരിച്ചും മത്സരിച്ചും മറ്റ് ചിലതിനെ ഭക്ഷണമാക്കിയും കഴിഞ്ഞു വരുന്നു. ഇങ്ങനെ ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്ന ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ അന്യോന്യം സഹകരിച്ചു കഴിയുന്ന ജീവജാലങ്ങളും അവയ്ക്ക് വേണ്ടതൊക്കെ നൽകുന്ന പ്രകൃതിയുമുണ്ട്. കാലാവസ്ഥ, ജലം, മണ്ണ്, വായു, മഴ എന്നിവ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. വനങ്ങൾ, മരുഭൂമി, കടൽ എന്നിങ്ങനെ വലിയ ആവാസ വ്യവസ്ഥകളും കുളം, മൈതാനം എന്നിങ്ങനെ ചെറിയ ആവാസ വ്യവസ്ഥകളുമുണ്ട്. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികൾ സുഖിച്ചു കഴിയുന്ന ചെറിയ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കൈവിരൽ. പ്രകൃതിയിലുള്ളതും മനുഷ്യൻ നിർമ്മിച്ചതുമായ രണ്ടിനം ആവാസ വ്യവസ്ഥകളുണ്ട്. വനങ്ങൾ, പുഴ, കടൽ എന്നിവയൊക്കെ പ്രകൃതിയിലുള്ളതും മൃഗശാലകൾ, അക്വേറിയം മുതലായവ മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥകൾക്കും ഉദാഹരണമാണ്. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം. നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും